ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ലഞ്ച് തയ്യാറാക്കുന്ന തിരക്കിലാണ്. ഒരു പൊതിച്ചോറ് തയ്യാറാക്കണം, അതിൻ്റെ തിരക്കിലാണ് കേട്ടോ. അപ്പം ഈ പൊതിച്ചോറെന്ന് പറയുമ്പം കുറച്ച് വലിയ സംഭവങ്ങളൊന്നുമില്ല ഉള്ളതുകൊണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒരു പാൻ അടുപ്പിൽ വെച്ച് കടുകൊക്കെ പൊട്ടിച്ച് അതിൽ കറിവേപ്പില എന്നിവ ഇട്ടതിന് ശേഷം നമ്മുടെ 2 ചെറിയ സവാള കട്ട് ചെയ്ത് സ്ലൈസ് ചെയ്ത് ചെറുതായിട്ട് കട്ട് ചെയ്ത് അതിലോട്ടിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും എന്നിവയിട്ട് വഴറ്റിയതിന് ശേഷം നിങ്ങളെ വീട്ടിൽ പപ്പടം ഇരിപ്പുണ്ടെങ്കിൽ അത് ചെറുതായിട്ടൊന്ന് നല്ല രീതിയിൽ പൊടിച്ച് ഇതിലോട്ട് ചേർത്ത് മിക്സ് ചെയ്താൽ നമ്മുടെ പപ്പടം മെഴുക്ക് റെഡിയായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ വളരെ തരക്കേടില്ലാത്ത ഒരു കറി ഇവിടെ റെഡിയായിട്ടുണ്ട്. നമ്മുടെ ആ കുക്കറിൽ കുറച്ച് പരിപ്പെടുത്തിട്ടേക്കുവാണേ സാമ്പാർ വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാവുമ്പം ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഒക്കെ നമുക്ക് കഴിക്കാമല്ലോ. അതുകൊണ്ട് അങ്ങനെ ആ കുക്കറിലോട്ട് പരിപ്പിട്ടേക്കുവാണ്. അങ്ങനെ നമ്മുടെ പപ്പടം മെഴുക്ക് റെഡി ആയിട്ടുണ്ട്, സാമ്പാറും എല്ലാം ആയിട്ടുണ്ട്. അതങ്ങോട്ട് മാറ്റി വെച്ച് എടുത്തിന് നമുക്ക് ഫിഷ് ഫ്രൈ ചെയ്യാൻ പോകുന്നു. ഇപ്പം പൊതിച്ചോറിലൊരു ഫിഷ് ഇല്ലെങ്കിൽ പിന്നെ എന്താണ് പൊതിച്ചോറല്ലേ? അപ്പം അതൊക്കെ കൂട്ടി കഴിക്കുന്നതിലല്ലേ ഒരു ടേസ്റ്റ്. പിന്നെ നമുക്ക് ഒരു കാര്യം ഇല്ലാതായിപ്പോയി, അച്ചാറില്ലാതായിപ്പോയി കേട്ടോ. അങ്ങനെ നമ്മുടെ ആ അടുപ്പിൽ കുറച്ച് ദോശ ചുടണം. അപ്പോൾ ദോശയ്ക്കുള്ള പാനാണ് അടുപ്പിൽ വെച്ചേക്കുന്നത്. അതും കൂടെ പിന്നെ ഞാൻ കുറച്ച് മുട്ട അവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. അത് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് തോരന് അരയ്ക്കുന്നത് പോലെ അരച്ചെടുത്ത് അതുകൊണ്ട് മിക്സ് ചെയ്തെടുത്താണ് നിങ്ങളിപ്പോൾ കണ്ടത്. അങ്ങനെ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ പൊതിച്ചോറിലെ. അപ്പം മുട്ടത്തോരനും നമ്മുടെ പപ്പടം മെഴുക്കും മീനും ഒക്കെ ഉള്ളൂ. അപ്പോൾ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും സബും കമൻറ്റും ഒക്കെ ചെയ്ത് എന്നെ